രാഹുൽ ഈശ്വർ, നിങ്ങൾ എന്തിനാണ് ശശികല ടീച്ചർ എന്ന് അവരെ വിളിക്കുന്നത്? ഒരു മുസ്ലിം സഹോദരന്റെ ചോദ്യമാണ്, അദ്ദേഹവുമായിട്ടുള്ള സംവാദമാണ്. ശശികല ടീച്ചർ പറയുന്നത് വർഗീയതയാണ്, വിഷമാണ്, വിദ്വേഷമാണെന്ന് ഒരു ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും അറിയാം. പക്ഷേ അത് ആവശ്യമാണ് എന്ന് മാത്രമേ അവർ കരുതുന്നുള്ളൂ. എന്തിനാണ് ഞാൻ ടീച്ചറിനെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ശശികല ടീച്ചർ എന്നെപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് എന്തിനാണ്? ശശികല ടീച്ചറെ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ അടക്കം ഉള്ളവർ വിഷകല എന്നൊക്കെ വിളിച്ചിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ വിളിക്കാത്തൊരു വ്യക്തിയാണ്. ശശികല ടീച്ചർ മഹാത്മാഗാന്ധി അടക്കം അധിക്ഷേപിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ശശികല ടീച്ചറിനെ ഇപ്പോഴും ബഹുമാനത്തോടെ അഡ്രസ്സ് ചെയ്യുന്നത്, ടീച്ചർ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം ഈ ഗോഡ്സെ വാദം യഥാർത്ഥത്തിൽ നാഗവല്ലിയാണ്. നാഗവല്ലി വില്ലത്തിയല്ല, പകരം നാഗവല്ലിക്ക് ഒരു ബാധ കയറിയതാണ്. ആ ബാധയാണ് ഈ ഗോഡ്സെ വാദം അഥവാ തീവ്ര ഹിന്ദുത്വം. അതായത് മനസ്സിൽ ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വികാരം കൊള്ളുകയും ആ വികാരം കൊള്ളുന്നതിൻ്റെ പേരിൽ ഹിന്ദുക്കളെ കള്ളങ്ങൾ പറഞ്ഞ് ഒന്നിപ്പിക്കാം എന്നൊക്കെ കരുതുന്ന ഒരുതരം ഗോഡ്സെ വാദത്തിൻ്റെ പ്രശ്നമാണ്. അതൊരു ആഴമേറിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം കൊണ്ടൊന്നും കാണിക്കാം. ഇത് പണ്ട് ടീച്ചർ നമ്മുടെ അഭിലാഷ് മോഹൻ, ശശികല ടീച്ചർ അഭിലാഷ് മോഹന് കൊടുത്തതിലെ ഒരു വാർത്ത വന്നതാണ്. ഗാന്ധിജി അഴിമതി പണം ഉപയോഗിച്ച് കലാപം നടത്തിയെന്ന് ശശികല എന്നേ അവർ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ടീച്ചറിനും കൂടെ വിളിക്കുകയാണ്. അതായത് സാക്ഷാൽ മഹാത്മാഗാന്ധി, ഞാൻ ചിരിക്കുന്ന വേർന്നുണ്ടല്ലോ കേട്ടോ, ഞാൻ ഗാന്ധിയനാണ്, ഗാന്ധിജി ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ മഹാത്മാഗാന്ധി അഴിമതിക്കാരനാണെന്ന് ഗോഡ്സെക്ക് പോലും അഭിപ്രായമില്ല. മഹാത്മാഗാന്ധി 1920-21 കാലത്തിൽ ഏകദേശം 1 കോടി രൂപ സംഭാവനയായി പിരിച്ചു. ആ സംഭാവന വെച്ചാണ് 1921 മലബാർ കലാപം അഴിമതി പണം ഉപയോഗിച്ച് നടത്തിയെന്ന് ശശികല ടീച്ചർ പറയുന്ന വളരെ ഫേമസ് ആയ അന്ന് അഭിലാഷിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ചിരിക്കുന്ന എന്താ അറിയാം, വേറെ എന്ത് ചെയ്യാണെന്നുള്ളതാണ്. ഗോഡ്സെക്ക് പോലും അഭിപ്രായമില്ല. അതായത് ഗോഡ്സെ മഹാത്മാഗാന്ധിയുടെ പോളിസീസിനെ എതിർത്തിരുന്ന വ്യക്തിയായിരുന്നു. ഗോഡ്സെയുടെ അവസാന സ്റ്റേറ്റ്മെൻ്റ് അടക്കം, ലഭ്യമായ സ്റ്റേറ്റ്മെൻ്റ് അടക്കം വായിച്ചാൽ ഗാന്ധിജിയെന്നും മഹാത്മാവെന്നും ഒക്കെ അഡ്രസ്സ് ചെയ്താണ് പറയുന്നത്. അതായത് മഹാത്മാഗാന്ധിയുടെ നയങ്ങളോടുള്ള എതിർപ്പ് കാരണമാണ്. ഗോഡ്സെ കാണിക്കുന്ന മാന്യതയും മര്യാദയും പോലും ഇന്നത്തെ തീവ്ര ഹിന്ദുത്വവാദികളും ഗോഡ്സെവാദികളും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതൊരു തീവ്ര ഹിന്ദുത്വ മനോഭാവമാണ്. അത് വരുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ശത്രു ഉണ്ടെങ്കിലേ ഈ ഹിന്ദുത്വവാദികൾക്ക് എനർജി ഉള്ളൂ. അതായത് എപ്പോഴും മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റുകാരനോ ബാക്കി ആരെങ്കിലും ഒരു ശത്രുവായി നിൽക്കണം. ആ ശത്രുവിൽ നിന്നുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരെ പറഞ്ഞ് നന്നാക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ പ്രശ്നമല്ല, സൈക്കോളജിക്കൽ പ്രശ്നമാണ്. സൈക്കോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഇഷ്യൂ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു മാനസികമായ സോഷ്യോളജിക്കൽ സാമൂഹിക ശാസ്ത്രപരമായ വിഷയമാണ്. എപ്പോഴത്തും അപ്പുറത്തൊരു ശത്രു വേണം, അപരൻ വേണം. യഥാർത്ഥത്തിൽ ആ മുസ്ലിം സഹോദരൻ എന്നോട് ചോദിച്ചു, ശശികല ടീച്ചറിനെ എന്തിനാണ് ഞാൻ ടീച്ചർ എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്യുന്നത് കാരണമാണ്. പരിശുദ്ധ ഖുർആൻ 41-34 ഫോളോ ചെയ്യുന്നത് കാരണമാണ് ഞാൻ ശശികല ടീച്ചർ എന്ന് വിളിച്ചത്. കേൾക്കാം. പൊന്നു വാക്കുകളാണ്. ഇവര് ഈ വിഷം തുപ്പുന്ന, അവർക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമുണ്ട് സാറേ? ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കൂ സാറേ. ഹലോ, പറയണം. സാർ ഇപ്പൊ എന്തോരം റെസ്പെക്ട് കൊടുത്താണ് ഓരോ കാര്യങ്ങളൊക്കെ സാർ പറയുന്നത്. ഈ വിഷം തുപ്പുന്നവരുടെ അവരെ ടീച്ചറിന് സംബോധന ചെയ്യണോ സാറേ? അതായത് 3 പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, ശശികല ടീച്ചർ ഒരു അധ്യാപികയാണ്, പിള്ളേർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ശശികല ടീച്ചർ എന്നുള്ളത് ആ ടീച്ചറിന്റെ സ്ഥാനം ഓർക്കുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. 2, ശശികല ടീച്ചറിനെ ബഹുമാനിക്കാതിരുന്നത് കൊണ്ട് ഈ വിഷയം മാറുന്നില്ല. പകരം ശശികല ടീച്ചറിനെ ബഹുമാനിച്ച് കൂടെ നിന്ന്, എന്നാൽ ടീച്ചറിന്റെ നിലപാട് തെറ്റാണെന്നും ടീച്ചറിന്റെ നിലപാട് വർഗീയതയാണ്, വിദ്വേഷമാണ്, ഹെയ്റ്റ് പൊളിറ്റിക്സ് ആണെന്നും പറഞ്ഞ് ശരിയാക്കുകയല്ലേ നമ്മൾ വേണ്ടത്. സാറേ, അത് ഈ പട്ടിയുടെ വാല് 12 വർഷം കുഴലിട്ടാൽ അത് മാറും സാർ. അങ്ങനല്ല, അതൊരു നമ്മുടെ നാട്ടിലെ പ്രയോഗമാണ്. എന്നാൽ കുറച്ചുകൂടെ നല്ലൊരു പ്രയോഗം ഞാൻ പറയാം. പരിശുദ്ധ ഖുർആൻ 41-34 സൂറ ഫുസില്ലത്ത്, ഇതിൽ പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് എതിർക്കണമെന്നാണ്, നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് എതിർക്കണമെന്നാണ്. അങ്ങനെ നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് എതിർക്കുമ്പോൾ നിങ്ങളുടെ ശത്രു ആരോ അവർ നിങ്ങളുടെ ആത്മമിത്രമായി മാറും. അതാണ് പരിശുദ്ധ ഖുർആൻ 41-34 പറയുന്നത്. ഇത് തന്നെ ബൈബിളിൽ, റോമൻസിലുണ്ട്. ഇതിന്റെ ജീവിതത്തിലെ നേർസാക്ഷ്യമാണ് മഹാത്മാഗാന്ധിയുടെ വചനങ്ങൾ. അദ്ദേഹം ജീവിച്ചതും അങ്ങനെയാണ്. ഞാൻ ഇനി അങ്ങേക്ക് അറിയാൻ വേണ്ടി, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമൂഹത്തിലെ നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ അറിയാൻ വേണ്ടി ഇതിന്റെ ഒരു റൂട്ട് പറയാം. ആ റൂട്ട് അങ്ങ് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങേക്ക് ഒറ്റ സ്പോട്ടിൽ മനസ്സിലാവും. ഞങ്ങൾ ഹിന്ദുക്കളുടെ 5000 വർഷത്തെ പ്രശ്നം ഞാനൊരു 30 സെക്കൻഡിൽ പറയാം. യുദ്ധം, പണപ്പെരുപ്പം, വർദ്ധിച്ചു വരുന്ന ചെലവുകൾ എന്നിവയ്ക്കിടയിൽ ഇന്ന് പലരും സാമ്പത്തികമായി കഷ്ടപ്പെടുകയാണ്. ഒരു ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുക എന്നത് കൂടുതൽ പ്രയാസകരമായി മാറും. ഇക്കാരണത്താൽ തങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പലരും എന്നോട് കമന്റുകളിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വുൾഫ് എന്ന ആപ്പിനെ പരിചയപ്പെടുത്തുകയാണ്.
ഇത് ഒരു സെബി രജിസ്റ്റർ ചെയ്ത ആപ്പാണ്. വിപണി ഉയരുകയാണെങ്കിലും താഴുകയാണെങ്കിലും ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല വരുമാനം നേടാൻ കഴിയും. വൺ ഓൺ വൺ കോളുകളിലൂടെ നിങ്ങളെ വ്യക്തിപരമായി നയിക്കുകയും മെച്ചപ്പെട്ട അവസരങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിദഗ്ധ ടീമും അവർക്കുണ്ട്. ഇനി എങ്ങനെ ഈ ആപ്പ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ പിൻ നമ്പർ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിലവിൽ വിപണിയിൽ ലാഭകരമായ ട്രെൻഡുകൾ ഇത് കാണിക്കുന്നു. വെറും ഒരു ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അവ പിന്തുടരാനാകും. മറ്റ് പല ആപ്പുകളിലും ട്രേഡിംഗ് തുടങ്ങാൻ നിങ്ങൾക്ക് ഏകദേശം 3 മടങ്ങ് കൂടുതൽ മൂലധനം ആവശ്യമായി വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ ചെറിയ തുക ഉപയോഗിച്ച് ട്രേഡിംഗ് ആരംഭിക്കാം. ഇതിൽ ഉൾച്ചേർത്ത സ്റ്റോപ്പ് ലോസ് ഫീച്ചർ നിങ്ങളെ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ട്രേഡ് ഒരു നിശ്ചിത നഷ്ടത്തിൽ എത്തിയാലുടൻ അത് സ്വയമേവ വ്യാപാരം നിർത്തുന്നു. അതിനാൽ നിങ്ങളുടെ നഷ്ടം പരിമിതമായിരിക്കും. അവരുടെ ബ്രോക്കറേജ് നിരക്കും ഈ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണ്. നോക്കൂ, ഈ ട്രേഡിംഗ് ട്രെൻഡിനനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ലാഭമുണ്ടായി, നഷ്ടം കുറച്ചു. ഇപ്പോൾ ഞാൻ 1476 രൂപ ലാഭം നേടി. വെറും 99 ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. സ്വർണം, വെള്ളി, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കമോഡിറ്റികളിലെല്ലാം രാവിലെ 9 മുതൽ 12 വരെ നിങ്ങൾക്ക് ഈ വിധത്തിൽ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് വുൾഫ് സൗജന്യ ശുപാർശകളും റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഇന്ത്യയിൽ മാർക്കറ്റ് വുൾഫ് ഇതിനോടധികം 20 ലക്ഷം ഡൗൺലോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് വുൾഫ് എന്താണ് എന്ന് നിങ്ങൾ കൂടുതൽ അറിയുക. അതായത് ഞാനൊരു ചോദ്യരൂപേണ ചോദിക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം, അവരുടെ വിശ്വാസം പ്രകാരം. പക്ഷെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് അങ്ങയുടെ ഹിന്ദു സഹോദരങ്ങൾ അവരുടെ അമ്പലത്തിൽ ഒത്തുകൂടുന്നത്? ഏത് ദിവസമാണ് ഞങ്ങൾ ഹിന്ദുക്കൾ അമ്പലത്തിൽ ഒരുമിച്ച് വരുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് പോലെയോ ക്രിസ്ത്യാനികൾ ദശാംശം കൊടുക്കുന്നത് പോലെയോ പരസ്പരം സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഞങ്ങൾ ഹിന്ദുക്കൾ ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടുന്നത്? അങ്ങനെ ദിവസം ഉണ്ടോ? ഒരു ദിവസം ഇല്ല. അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരുമിച്ച് കൂടാനോ ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ ഒരുമിച്ചിരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഞങ്ങൾ ഹിന്ദുക്കൾക്കൊരു മെക്കാനിസം ഇല്ല. അപ്പോ വിഘടിച്ച് കിടക്കുന്ന നായർ, ഈഴവ, പുലയ, ധീവര, വെള്ളാള, നമ്പൂതിരി, ക്ഷത്രിയ, അമ്പലവാസി, ആദിവാസി അല്ലെങ്കിൽ ഗണിക, ഇങ്ങനെ ഒരുപാട് സമുദായങ്ങളിൽ കിടക്കുന്ന ഹിന്ദുക്കളെ ഒരു ശത്രു ഉണ്ട് എന്ന കള്ളം പറഞ്ഞു വരുത്തി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വ സഹോദരങ്ങൾ ഇത്തരം നമ്പറുകളുമായിട്ട് ഇറങ്ങുന്നത്. ഇതാണ് ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുള്ളിമരുന്ന് ജിഹാദ്, മന്ത്രി ജിഹാദായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇതിന് അങ്ങ് അറിയേണ്ടത്, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരനായിട്ട് അറിയേണ്ടത്, ഇതിന് മുസ്ലിം തന്നെ വേണമെന്നൊന്നുമില്ല. ക്രിസ്ത്യാനിയാകാം, കമ്മ്യൂണിസ്റ്റുകാരനാകാം, അപ്പുറത്ത് ഏതെങ്കിലും ഒരു ശത്രു മതി. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ കന്യാസ്ത്രീമാരെ 9 ദിവസം, സ്ത്രീകൾ ആലോചിച്ചു 9 ദിവസം ചെയ്യും. നമ്മുടെ നാട്ടിലെ ആണുങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ കന്യാസ്ത്രീമാരെ, അതും കർത്താവിന്റെ മണവാട്ടിമാരെ 9 ദിവസം അവിടുത്തെ ഈ ഹിന്ദുത്വവാദികളുടെ കുത്തിത്തിരിപ്പിന് പിടിച്ച് ജയിലിലിട്ടു. അതെന്താന്ന് പറഞ്ഞാല് ഇവർക്ക് ഏതെങ്കിലും ഒരു ശത്രു വേണം. ഇനി ഓർക്കേണ്ട കാര്യം, മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലെങ്കിൽ മഹാത്മാഗാന്ധി ശത്രുവാണ്. അങ്ങനെയാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നത്. പക്ഷേ ഇത് വരുന്നതേ ഉള്ളിലെ ഒരു ആത്മീയ ശൂന്യതയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഉള്ളിലെ ഒരു എംപ്റ്റിനെസ്സിൽ നിന്നാണ്. ഇനി എന്റെ സൊല്യൂഷൻ കൂടെ പറയാം. ഇത് മുസ്ലിങ്ങൾക്കും ചെയ്യേണ്ട ഒരു സൊല്യൂഷനാണ്. അതായത് മുസ്ലിങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ട സൊല്യൂഷനാണ്, ക്രിസ്ത്യാനികളും സപ്പോർട്ട് ചെയ്യേണ്ട സൊല്യൂഷനാണ്. അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച എന്ന പോലെ, മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച എന്ന പോലെ, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച സത്സംഗം അല്ലെങ്കിൽ ശനിയാഴ്ച കൂടിച്ചേരൽ ഉണ്ടാകുക. നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് പോലെ ക്രിസ്ത്യാനികൾക്ക് ദശാംശം എന്നൊരു പരിപാടിയുണ്ട്. ദശാംശം, അതായത് 10-1 പള്ളിക്ക് കൊടുക്കുക. ഇതേപോലെ ഞങ്ങൾ ഹിന്ദുക്കൾ നമുക്ക് വേണ്ടി കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ. ഇത് സാറൻ ഈ സിനിമ കാണാറുണ്ടോ? മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയാണ് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ. അതായത് നാഗവല്ലി വില്ലത്തി അല്ല, നാഗവല്ലിക്ക് ബാധ കയറിയതാണ്. അതായത് നാഗവല്ലി നമുക്കറിയാലോ, ശോഭന ആ സിനിമയിലെ വില്ലത്തി അല്ല, അവര് വില്ലത്തി അല്ല. പക്ഷേ അവരുടെ തലച്ചോറില്, അവരുടെ മനസ്സിൽ ഒരു ബാധ കയറിയതാണ്. ആ ബാധയാണ് ഗോഡ്സെ. ആ ബാധയെ ഒഴിപ്പിച്ചാൽ മതി. അതിലെ മോഹൻലാലിനെ ഓർമ്മയുണ്ടോ? ആ ഡോക്ടർ സണ്ണിയാണ് മഹാത്മാഗാന്ധി. അതായത് ഈ ഗോഡ്സെ ആകുന്ന ബാധയെ ഒഴിപ്പിച്ച് ഇവരെ തിരിച്ചു പിടിക്കാതെ വേറെ വഴിയില്ല. ഇത് ശശികല ടീച്ചർ മാത്രമല്ല, സെൻകുമാർ സാർ കേരള പോലീസിന്റെ DGP ആയിരുന്നു.
പിന്നെ ഒരു ബാബു എന്ന് പറഞ്ഞ ആളില്ലേ? ആർ വി ബാബു ചേട്ടൻ, ആ ആ ശ്രീ ആർ വി ആ ബാബു, ഇവരെ എല്ലാം എനിക്ക് വ്യക്തിപരമായി അറിയുന്നതും ഫോണിൽ സംസാരിക്കുന്ന ഇവരുടെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ ശശികല ടീച്ചറിന്റെ അമ്പലത്തിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ആ ശശികല ടീച്ചർ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നരേശൻ സാർ ആ 100% കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി സാർ കള്ളം പറയുന്നത്. അത് തന്നെ അതായത് അത് തന്നെ അത് തന്നെ. മലപ്പുറത്ത് എന്ത് കാര്യമുണ്ട് സാറേ? മലപ്പുറത്ത് മറ്റേ ഞങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു എന്തൊക്കെ മടിയില്ലാതെ കള്ളം പറയാം. ഇനി അങ്ങ് അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇതും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുമ്പോഴേ ഒരു മുസ്ലിം സഹോദരൻ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഈ മുതിർന്ന BJP നേതാക്കളും RSS നേതാക്കളും ഇല്ലേ, ആ ഇവരിൽ 99%നും ഒരു മുസ്ലിം വിരോധവും ഇല്ല. ഇല്ല അത് അതാണ് തന്നെ പ്രശ്നം. അത് അതാണ് തന്നെ. കാരണം. എന്താ അറിയാമോ, ഒരാൾക്ക് ജെനുവിൻ ആയിട്ട് മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ അയാളെ പറഞ്ഞു നമുക്ക് നന്നാക്കാം. അത് അതായത് തന്നെ പക്ഷേ ഉറക്കം നടിക്കാൻ. ഉറക്കം നടിക്കുകയാണ്. അതായത് അത് തന്നെ. ഉറങ്ങുന്നവനെ നമുക്ക് ആ ഉണർത്താം, ഉണർത്താം. ഉറക്കം അത് തന്നെ. നടിക്കുന്നവനെ ഉണർത്താൻ പറ്റൂല. നടിക്കുന്നതിന് പറ്റൂല. അപ്പൊ മുസ്ലിം വിരോധം ഉള്ളവനെ നമുക്ക് പറഞ്ഞു നന്നാക്കാം. മുസ്ലിം വിരോധം അഭിനയിക്കുകയാണെങ്കിലോ നമ്മുടെ സാറേ സുരേന്ദ്രൻ. ഞാനൊരു 10-15 വർഷം ഞാൻ വിദേശത്ത് ജോലി ചെയ്ത ആളാണ്. ഉം, സാറേ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ 6 പേരുണ്ട്. ഉം, അതിൽ 3 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 1 ഹിന്ദു. ഉം. ഞങ്ങൾക്ക് ഒരു വേർതിരിവില്ല സാറേ. ഞങ്ങൾ ഒരു പ്ലേറ്റിലാണ് ഭക്ഷണം കഴിക്കുന്നത്. Correct, correct, correct. അറിയാവോ ഞങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളിയാഴ്ചയൊക്കെ ഞങ്ങൾ റൂമിൽ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വലിയൊരു താലയിൽ കൊണ്ട് അങ്ങോട്ട് കൊട്ടും. ഉം, ഒരു താലയിൽ കൊണ്ടിട്ട് ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഉം. അതുപോലെ തന്നെ ഞങ്ങള് ക്രിസ്മസ് ആഘോഷിക്കും, Correct, correct, ഓണം. correct. എന്ത് നമ്മൾ സ്നേഹമാണ് ഒരുമിച്ചല്ലേ, സാറേ എന്നറിയോ? എന്തൊരു സ്നേഹമാണ്. എന്റെ പ്രശ്നം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ ശ്രീകുമാരൻ എന്റെ കൂട്ടുകാരന്റെ പേര്, അവന്റെ വീട്ടിലാണ് ഞാൻ പോണത്. അവന്റെ വീട്ടിൽ പോയ എന്റെ അമ്മ എനിക്ക് ഞാൻ ചെല്ലുമ്പോ അവരുടേതായ സ്റ്റൈലിൽ എനിക്ക് ഭക്ഷണം എനിക്കായിട്ട് ഉണ്ടാക്കി വെക്കും അവര്. അതെ. എന്ത് സ്നേഹം എന്നറിയോ ഇതിന്റെ ഞങ്ങൾ തമ്മിൽ. പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇവർക്ക് ആ ഈ ഹിന്ദുത്വ, ഇവരൊന്നും ഹിന്ദുക്കളല്ല, ആ ഹിന്ദുത്വയാണ്. ആ അതായത് ഇപ്പൊ ഇസ്ലാമിസവും രണ്ടാണെന്ന് പറയുന്ന പോലെ ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടാണ്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ നേതാക്കൾ എന്തെങ്കിലും ഒരു, ഇപ്പൊ PC ജോർജ് സാർ കള്ളം പറയുന്നത് കേട്ടിട്ടില്ലേ? ഓ എന്ത് അതെ, കള്ളം അതെ. പറച്ചില്ല. അത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എനിക്ക് ജോർജ് സാറിനെ ഭയങ്കര വ്യക്തിപരമായിട്ട് അറിയാം. ഷോൺ നമ്മുടെ സുഹൃത്താണ്, ഇവർ ഫാമിലി ആ ഫ്രണ്ട്സാണ്. PC ജോർജ് സാർ എന്നോടാണ് പറഞ്ഞത്, കേരളത്തിൽ നിന്ന് 400 ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആ അഫ്ഗാനിസ്ഥാനിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുപോയി. അപ്പൊ എന്താ അല്ല, ഇതിനൊരു പ്രശ്നമേ ഉള്ളൂ. ആ അഫ്ഗാനിസ്ഥാനിൽ ആ കടലില്ല. ഞാനിത് പല വേദികളിലായി പറയാറുണ്ട്. അതായത് അതെ. അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. പിന്നെ മറ്റേതാവുമ്പോഴേ എങ്ങനെ പോണത്? മറ്റേതാവുമ്പോ ഈ 400 പേരെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും 4 പേരെങ്കിലും പോയി കാണുമെന്ന്. ആ ഈരാറ്റുപേട്ടയിലുള്ള ആൾക്കാര് ഈ എന്ത് ഫംഗ്ഷനും പുള്ളിനെ ഫസ്റ്റ് കറക്റ്റ്, സ്റ്റെപ്പിൽ ഇരുത്തി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കറക്റ്റ്. പുള്ളി തന്നെ കുളം തോണ്ടിയില്ലേ. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവർക്ക് ആ ആരെങ്കിലും അപ്പുറത്തൊരു ശത്രു വേണം. അത് ഈ തന്നെ. ഈ ശത്രു ഇല്ലാത്ത ശത്രുവിനെ ഉണ്ടാക്കി പറയുന്നതാണ് ലവ് ജിഹാദ്, ലാൻ ജിഹാദ്, തുമ്മൽ ജിഹാദ്, തുപ്പൽ ജിഹാദ്, ആ തുള്ളിമരുന്ന് ജിഹാദ്, മന്ത് ആ ജിഹാദ്. ഈ ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് എന്താ പറയണേ, ഒരു ശത്രു ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആ ഉണ്ടാക്കാൻ. ശത്രു. അപ്പൊ ഇത് മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആ ക്രിസ്ത്യാനികളാകും, ചില ആ കമ്മ്യൂണിസ്റ്റുകാരും, ചിലപ്പോൾ മഹാത്മാഗാന്ധി ആകും. അത് തന്നെ. അതായത് ഗോഡ്സെ വിശ്വസിച്ചിരുന്നത് മഹാത്മാഗാന്ധി പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണെന്നാണ്. എന്ത് അന്നത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെട്ടുപോയൊരു വ്യക്തിയാണ് അത് അന്നത്തെ തന്നെ. വാട്സപ്പ്, ഈ അത് ഗോഡ്സെ. തന്നെ. അപ്പൊ അത് ഇതിന് തന്നെ. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ. ആ സൊല്യൂഷനാണ് ഞാൻ പറയണത്. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഹിന്ദുക്കൾക്ക്, അതായത് അതും കൂടി അങ്ങ് മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ ഖുറാനും ക്രിസ്ത്യാനികള് ബൈബിളും പഠിക്കുന്നത് പോലെ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഭഗവത്ഗീതയോ രാമായണമോ വേദങ്ങളോ ഒന്നും പഠിക്കുന്നില്ല. അത് തന്നെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ആത്മീയ പഠനവും കാര്യങ്ങളും ഇല്ല. അപ്പൊ ഈ അത് തന്നെ. ശൂന്യതയിലേക്കാണ് ഇസ്ലാമോഫോബിയയോ ക്രിസ്ത്യൻ ആ വിരോധമോ ഒക്കെ കുത്തി നിറച്ച് ആ അതുവഴി ഒരു ഹിന്ദുത്വ ഇതുണ്ടാക്കാൻ നോക്കുന്നത്. അല്ല സാറിന് ഇപ്പൊ ഈ ശശികലായിട്ടൊക്കെ ഈ ടീച്ചർ എന്ന് പറഞ്ഞവരായിട്ടൊക്കെ പേഴ്സണലായിട്ട് അറിയാവുന്നതല്ലേ? അത് എന്താ, ഞാൻ അപ്പൊ പേഴ്സണലായിട്ട് ഞാനാ പറഞ്ഞ ശശികല ടീച്ചറിന്റെ അമ്പലത്തിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ശശികല അല്ല ടീച്ചർ നമ്മുടെ പരിപാടി വിളിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ എന്താ അപ്പൊ അറിയാമോ, ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇതൊരു സോഷ്യൽ ഡിബേറ്റ് ആണ്, അല്ലെങ്കിൽ സാമൂഹിക അല്ല സംവാദമാണ്. പേഴ്സണലായിട്ട് അവരടുത്ത് പറഞ്ഞൂടെ? നമ്മള് 3 മതക്കാരും ഒരേ പാത്രത്തിൽ ഉണ്ണുന്ന ആൾക്കാരും ഇങ്ങനെ ഈ വിഷം കുത്തിവെച്ചിട്ട് മാഡത്തിന് എന്താ കിട്ടണേന്ന് സാറിന് ചോദിച്ചോളൂ. ഞങ്ങൾക്കൊന്നും അല്ല, ചോദിക്കാൻ എന്താ ഒരു അറിയാമോ, അവസരമില്ല. ആ ശശികല ആ ടീച്ചറൊക്കെ ഒരു പരിധി വരെ ജെനുവിൻലി ആ വിശ്വസിച്ചും കൂടിയാണ് പറയുന്നത്. അപ്പൊ അവരുടെ ആ അടിസ്ഥാന വിശ്വാസങ്ങൾ തെറ്റാണ്. അത് അതായത് തന്നെ. അവര് മനസ്സിൽ ഞാനത് സിമ്പിൾ ആയിട്ട് പെട്ടെന്നൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ കൊടി, ഉം. നമ്മുടെ കൊടി കണ്ടിട്ടുണ്ടോ? നമുക്ക് എല്ലാ ആ അഭിമാനമാണ് ഇന്ത്യയുടെ കൊടി. പിന്നെ ഈ പിന്നെ ഇന്ത്യയുടെ കൊടിയുടെ 3 നിറങ്ങൾ ഉണ്ടല്ലോ, ആ കുങ്കുമം, വെള്ള, ആ പച്ച. ആ ഇതെന്തിനെയാ കാണിക്കുന്നത്? ഇത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിമാണ് കാണിക്കുന്നത്. അത് ഇത് തന്നെ. ഡിസൈൻ ചെയ്ത അവസരത്തിൽ മഹാത്മാഗാന്ധി ഇത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ആ ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം, അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും ആണെന്ന് ആ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഈ ബാലൻസിലേക്ക് അവരെ എത്തിച്ചാൽ മതി.
അത് ഇനി ഇത് തന്നെ. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ മതേതരത്വം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റില്ല, പകരം ആ. മതസൗഹാർദ്ദം കൊണ്ട് നമുക്ക് ജയിക്കാം. അവരെന്തുമാത്രം ആൾക്കാര്, അവരാണെങ്കിൽ ഈ ശരിക്കും പറഞ്ഞ മുസ്ലിം കോട്ടകളുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്നവരാണ്. ചുറ്റുവട്ടത്തൊക്കെ അവരുടെ ഫ്രണ്ട്സും അവർ പഠിച്ചതും ഒക്കെ മുസ്ലിംസ്. പിന്നെ അവര് എന്തിനാലും ഇങ്ങനെ വിഷം അതൊരു വെക്കുന്നത്? അതൊരു എന്ത് അതൊരു കാര്യം? അതൊരു അതൊരു എന്താ പറയണേ, അതൊരു സ്പിരിച്വൽ ഇഷ്യൂ ആണ്. രാഷ്ട്രീയ ഇഷ്യൂ എന്നതിനേക്കാൾ അതിനൊരു തലം ഉണ്ട്, സംശയമില്ല. പക്ഷെ ഇതൊരു ആത്മീയ പ്രതിസന്ധിയാണ്. അപ്പൊ ഈ അതിനെ സന്ദീപ് വാര്യർ ഉണ്ടല്ലോ സാറേ, ഈ സന്ദീപ് വാര്യർ എന്തുമാത്രം ആദ്യം ഈ വർഗീയത തുപ്പിയിരുന്ന വെച്ചാണ്. ഇപ്പൊ ആ സാറും കൂടി വന്നു കഴിഞ്ഞപ്പോ ആ അതെ ഒരു അതെ അതെ ദേഷ്യം ആ സാറിന്റെ അടുത്ത് തീർക്കുന്നുണ്ട് എല്ലാവരും. കറക്റ്റ് എല്ലാവരും എന്ത് സൗഹാർദ്ദത്തില് എന്ത് സന്ദീപ് സമാധാനമുണ്ട്. സന്ദീപ് വലിയൊരു മതസൗഹാർദ്ദവാദിയാണ്. ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് നമ്മുടെ ഒരുമ പറയുന്ന ഞാൻ ആളാണ്. ഇവിടെ ഈ കേരളത്തില് ഇലക്ഷൻ നടന്നപ്പോ ഏറ്റവും കൂടുതൽ ഒരു ജയം ആഗ്രഹിച്ചത് ആ മണ്ഡലത്തില. കറക്റ്റ് എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് എനിക്ക് അദ്ദേഹം ജയിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം വരും. അപ്പൊ നമ്മള് ആ എന്തായാലും ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് അങ്ങ് അറിഞ്ഞിരിക്കണം. അതായത് ആ ഇത് മുസ്ലിമിനോടുള്ള വിരോധമല്ല, പകരം ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഉള്ളിലെ ഒരു ആത്മീയ ശൂന്യത. ഉം. ഈ ആലോചിച്ച് നോക്കേണ്ടത്, ഈ ആത്മീയ ശൂന്യതയും ഇസ്ലാമോഫോബിയയും കാരണമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. അത് ഈ തന്നെ. ഈ മുസ്ലിം വിരോധം മൂത്ത് മഹാത്മാഗാന്ധിയാണ് കൊല്ലുന്നത്. അത് അപ്പൊ തന്നെ. അതുകൊണ്ട് നമുക്ക് അവരെ തിരിച്ചു പിടിക്കാം. അതിന് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ 41-34 പോളിസീസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത് തന്നെ. ബഹുമാനത്തോടെ പറഞ്ഞ് തിരുത്തി നമുക്ക് അവരെ പക്ഷെ ചെയ്യാം. ഇതെന്താ സാറെന്ന് അറിയാം, ഒരു ചർച്ച വെക്കുമ്പോ സാറ് ഇപ്പൊ അതിലൊരു ചർച്ചയിൽ ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഇരിക്കുന്ന ചർച്ചയിൽ ഒരാളാണെങ്കിൽ സാറിന്റെ വാക്ക് ഫുള്ള് കേൾക്കാനോ അല്ലെങ്കിൽ പറയിക്കാനോ കേൾക്കാനുള്ള ഒരു ഇത് വരുന്നില്ല അവിടെ. എന്താ പറയുക, ഇത് ഒന്നില്ലെങ്കിൽ സമയമെടുക്കുമേ. അതായത് ആ ഞങ്ങളുടെ ഉള്ളിലെ ഒരു 10, 3000, 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങളാണ്. ആ പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ പരിഹരിക്കും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളുണ്ട്. ഒന്ന് ചെയ്യട്ടെ സാറ്. നിങ്ങളെപ്പോഴുള്ളവർ ചെയ്ത് നമ്മളെപ്പോലുള്ളവർ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, എല്ലാവിധ അതെ ആശംസകളും. താങ്ക് അതെ. ഓക്കെ യു. സാർ, താങ്ക്സ്. ഇന്ത്യയിൽ മാർക്കറ്റ് വുൾഫ് ഇതിനോടധികം 20 ലക്ഷം ഡൗൺലോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് വുൾഫ് എന്താണ് എന്ന് നിങ്ങൾ കൂടുതൽ അറിയുക.